കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലൈവിൽ നടത്തിയ ഒരു പരാമർശം ജ്ഞാനായ വിഭാഗത്തിലെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിങ്ങവനത്ത് അത് സംഭവിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കാരണം ജ്ഞാനായക്കാർക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പൊ അവസാനം എനിക്ക് മനസ്സിലായി ബുദ്ധിയില്ലാത്ത എനിക്കാണ്. കാരണം അവർക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഏറ്റവും വലിയ മണ്ടൻ ഞാനല്ലേ. കാരണം ഇത് ഒരിക്കലും നിങ്ങൾക്ക് പരിശുദ്ധ സിംഹാസനത്തെ ഒഴിവാക്കിയിട്ട് സഭയുണ്ടാക്കാം. നിങ്ങൾക്ക് പെന്തക്കോസ്ത് സഭയുണ്ടാക്കാം. കാരണം അവർക്ക് 2 3 പേര് എവിടെയെങ്കിലും കൂടിയാൽ കർത്താവ് അവരുടെ നടുക്കൊന്ന് കുത്തിയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ശ്ലൈഹികമായ പൗരാണികമായ ഒരു സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയില്ല. ഇന്ന് ജ്ഞാനായ വിഭാഗത്തിന്റെ സേവറിയോസ് മെത്രാച്ചനാണെങ്കിൽ അത് ഏത് സഭയുടെ മെത്രാച്ചനാണ്? ജ്ഞാനായ എന്ന് പറഞ്ഞാൽ ഒരു സമുദായമാണ്. സമുദായത്തിന് മെത്രാൻ ഉണ്ടാകുമോ? സമുദായത്തിന് മെത്രാൻ ഉണ്ടാവില്ല. സെക്രട്ടറി ഉണ്ടാകാം, പ്രസിഡന്റ് ഉണ്ടാകാം, ഖജാൻജി ഉണ്ടാകാം. ജ്ഞാനായ സമുദായത്തിന് ഒരിക്കലും മെത്രാൻ ഉണ്ടാവില്ല. സമുദായ മെത്രാപ്പൊലിത്ത എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നോൺസെൻസ് ആണ്. നിങ്ങളുടെ സമുദായത്തിൽ എങ്ങനെയാണ് മെത്രാപ്പൊലിത്ത ഉണ്ടാകുന്നത്? നായമാർക്ക് മെത്രാൻ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? ഈഴവർക്ക് മെത്രാൻ ഉണ്ടാകണ്ടേ? സമുദായത്തിനല്ല, മെത്രാൻ സഭയ്ക്കാണ് മെത്രാൻ ഉണ്ടാകുന്നത്. സമുദായത്തിന് മെത്രാൻ ഉണ്ടാവില്ല. The biggest nonsense in Malankara Church is the term that you call him Samudaya Metropolita. That is absolutely a nonsense. Not a mere nonsense. It is a big nonsense. It is a big nonsense. സമുദായത്തിന് എങ്ങനെ മെത്രാപ്പൊലിത്ത ഉണ്ടാകുന്നത്? സഭയ്ക്കാണ് മെത്രാപ്പൊലിത്ത ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ സേവറിയോസ് മെത്രാച്ചൻ ഏത് സഭയുടെ മെത്രാനാണ്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ജ്ഞാനായ സമുദായത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പറഞ്ഞ ചിങ്ങവനത്തിരിക്കുന്ന സേവറിയോസ് മെത്രാച്ചൻ ഏത് സഭയുടെ മെത്രാച്ചനാണ്? ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കൂ. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ജ്ഞാനായക്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഏത് സഭയുടെ മെത്രാനാണ്? എല്ലാ ജ്ഞാനായക്കാരും ചിന്തിക്കണം. കാരണം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. അത് വല്ലാതെ അവരെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വോയിസ് ക്ലിപ്പ് ആയത് ചുമ്മാ ചൊറിഞ്ഞോണ്ടെന്നുള്ളത് മനുഷ്യനെ തല ചൂടാക്കാനായിട്ട് അവരെ പണിയൊന്നുമില്ല. അപ്പൊ ഇതാണ് ഒരു സാമ്പിൾ. അപ്പം അങ്ങനെ ഒത്തിരി പേരിങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. വേറൊരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം. ഇത് കേട്ടോ. നമ്മളിവിടെ ഷിബു പീഡിക്കലിനെ അംഗീകരിക്കുന്നില്ല. ഒരു പാത്രികേസ് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ഓപ്പൺ ആയിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഒരു പാത്രികേസും സമുദായത്തിനെതിരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അതായത് 15 കൽപ്പനയും സസ്പെൻഷനും കോപ്പും ഒക്കെ ഞങ്ങള് കല്ലിവല്ലി എന്നും. അപ്പൊ ഇതാണ് ഈ ഒരു പാത്രികേസിനെ അംഗീകരിക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. അതാണ് അവരുടെ നിലപാട്. ഇതൊക്കെ ഓരോ സാമ്പിൾ ക്ലിപ്പ് അങ്ങനെ ഒത്തിരി എണ്ണമുണ്ട്. പിന്നെ കുറെ കൂടെ മോശമായ കമന്റുകളൊക്കെ ഉള്ള ക്ലിപ്പുകളുണ്ട്. അതിനകത്തൊന്നും അർത്ഥമില്ല. ഇപ്പൊ ജ്ഞാനായ സമുദായ അംഗങ്ങൾക്ക് ഒരു പ്രകോപനം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഈ അഭിമന്യ സേവറിയോസ് തിരുമേനി ഏത് സഭയുടെ മെത്രാനാണെന്ന് ഒരു പുനർവിചിന്തനം നടത്തണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനാണ് ഇത്രയും ക്ഷോഭിക്കുന്നത്. കാരണം ഇത് നിസ്സാരമായൊരു കാര്യം, ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോഴേക്കും അങ്ങ് പിണങ്ങാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? അത്രയും വലിയ കാര്യമൊന്നും അല്ല പറഞ്ഞത്, ചെറിയ കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വേറെ ചില കമന്റുകൾ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഷിബു പീഡികൽ പാസ്റ്റർ ഒരു മണ്ടത്തരം ആണ് ഈ പറയുന്നത്. ഇവിടെ അറിവില്ലായ്മ കൂടുതൽ എക്സ്പോസ് ചെയ്യുക. അന്ന് ഞങ്ങളൊരു ലൈവ് ഡിസ്കഷൻ വെച്ചപ്പോൾ ഒരു പോയിന്റ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു. ഒസ്താത്യോസ് ബാബ AD 345 മുടക്കപ്പെട്ട ഒരു പാത്രീസ് ബാബയായിരുന്നു. പക്ഷെ നമ്മുടെ മലങ്കര ചരിത്രത്തിലാണെങ്കിലും ജ്ഞാനായ സമുദായ ചരിത്രത്തിലാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് ഒസ്താത്യോസ് ബാബയാണ് ജ്ഞാനായക്കാരെ അവിടുന്ന് അനുഗ്രഹിച്ച് മലങ്കരയിലോട്ട് വിട്ടത്. അപ്പം ഇതൊരു പരസ്പര വൈരുദ്ധ്യമല്ലേ? മുടക്കപ്പെട്ട ഒരു പാത്രീസ് ബാബയ്ക്ക് അനുഗ്രഹിച്ച് വിടാനുള്ള അവകാശമുണ്ടോ? ഇത് തന്നെയല്ലേ ഓർത്തഡോക്സ് ആരും ക്ലെയിം ചെയ്യുന്ന അബ്ദുൽ മഷിയ, മറ്റേ തുർക്കിയിലെ സുൽത്താൻ മുടക്കിയ അബ്ദുൽ മഷിയ ആണല്ലോ ഇവിടെ കാത്തോലിക്കിട്ട് തുടക്കം കുറിച്ച്. അപ്പം ഇമ്മീഡിയറ്റ്ലി പുള്ളി ഒരു മറുപടി തന്നു, അത് ചക്രവർത്തി മുടക്കിയതല്ലേ, സിനഡ് മുടക്കിയതല്ലല്ലോ. അപ്പം അബ്ദുൽ മഷിയെ സംബന്ധിച്ചോളം സിനഡ് മുടക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി കാത്തോലിക്കേറ്റിന്റെ ക്രിയേഷൻ ലീഗലായിട്ട് വാലിഡ് ആണെന്ന് സ്ഥിരീകരിച്ചത്. അതുപോലെ ഇത് വളരെ ദീർഘമായ ഒരു ക്ലിപ്പാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ ഭാഗം നമുക്ക് അഡ്രസ് ചെയ്യാം. ഇത് അഡ്വക്കേറ്റ് സന്ദീപ് എബ്രഹാമിന്റെ വോയിസ് നോട്ടാണ് നമ്മൾ കേട്ടത്. വളരെ ആദരണീയനായ അഭിഭാഷകൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ആ ചർച്ചയിൽ ഞാനൊരു മോഡറേറ്റർ ആയിട്ടിരിക്കുകയാണ്, ഡിബേറ്റ് ചെയ്യല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒറ്റ വാക്കില് അതിന് ഉത്തരം കൊടുത്തു എന്നേ ഉള്ളൂ. അതായത് ജ്ഞാനായക്കാരുടെ ചരിത്രം പാരമ്പര്യം നോക്കുവാണെങ്കിൽ 4-ാം നൂറ്റാണ്ടില്
AD 345 അവരുടെ മലങ്കരയിൽ വന്നത്. അന്ന് പാത്രീസ് ബാബ ആരായിരുന്നു? ഒസ്താത്യോസ്. അപ്പൊ നമ്മുടെ ഒസ്താത്യോസ് അല്ല. ബ്രദർ ശരിക്കും ചരിത്രം നോക്കുവാണെങ്കിൽ ഒസ്താത്യോസിനെ സുനോദോസ് മുടക്കി. 331 അന്ത്യോക്യയിൽ ഒരു സുനോദോസ് കൂടി ഒസ്താത്യോസ് ബാബയെ നീക്കം ചെയ്തു. അലക്സാണ്ടറിലെ അത്തനാസോസ് തിരുമേനിയും അത്താനസോസ് ബാബയും അന്ത്യോക്യയിലെ ഒസ്താത്യോസ് ബാബയും രണ്ടുപേരും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നേരിട്ടാണ് നീക്കിയത്. ഇൻഫാക്ട് അന്ത്യോക്യയിലും എഡേസയിലും AD 345 ഇന്നത്തെ ഓർത്തഡോക്സ് യാക്കോബ തർക്കങ്ങൾ അവിടെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ജനമല്ല ഒസ്താത്യോസിലൂടെയാണ്. യെസ്, ജനം മുടക്കപ്പെട്ട പാത്രീസ് ബാബയുടെ കൂടെ നിന്ന് അന്ത്യോക്യയുടെ കൂടെ അല്ല നിന്ന് മുടക്കിയത് ആരാണ്? കോടതിയാണ്. അല്ല, രാജാവ് ഇംപ്ലിമെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇന്നത്തെ അല്ല സിനഡ് ഓഫ് ആന്റിയോക്ക് AD 331 and AD 341. ഇപ്പൊ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ജനങ്ങൾ സെവേറിയസ് സിനിമയുടെ കൂടെ നിൽക്കുന്നത്. പാത്രീസ് ബാബയുടെ കൂടെ നിൽക്കാതെയും സെവേറിയസ് സിനിമയുടെ കൂടെ നിൽക്കുന്നതും അന്നത്തെ പ്രസിഡൻസ് ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു ഡിബേറ്റ് എല്ലാവരും നമ്മൾ സംഘടിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് 2 ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, അന്ത്യോക്യൻ പാത്രിയർക്കീസ് ഒസ്താത്യോസിന്റെ ഡീപോസിഷൻ സംബന്ധിച്ചും മറ്റൊന്ന് അബ്ദുൽ മശീഹായുടെ ഡീപോസിഷൻ സംബന്ധിച്ചുമാണ്. 2 അന്ത്യോക്യൻ പാത്രിയർക്കീസുമാരാണ്. 2 അന്ത്യോക്യൻ പാത്രിയർക്കീസുമാരുടെ ഡീപോസിഷനെ സംബന്ധിച്ച് തെറ്റായി കാര്യങ്ങൾ അവതരിപ്പിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇതിനകത്ത് കേൾക്കുന്നത്. ഇവിടെ അബ്ദുൽ മിശിഹായുടെ കാര്യം, അബ്ദുൽ മിശിഹ തുർക്കി സുൽത്താന്റെ ഫർമാൻ പിൻവലിക്കപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തിന് യോഗ്യതയില്ല. ഇത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അന്ത്യോക്യൻ പാത്രിയർക്കീസ് അല്ലാതെ ആയി തീർന്നത് കൊണ്ട് യോഗ്യതയില്ലെന്നാണ്. തുർക്കി സുൽത്താന്റെ ഫർമാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സിവിൽ അധികാരമാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം തുർക്കിയിലെ ആ കാലഘട്ടത്തിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും സിവിൽ കേസുകൾ അതാത് കമ്മ്യൂണിറ്റിയിൽ നടപ്പിലാക്കാനും തീർപ്പാക്കാനും അധികാരാവകാശങ്ങളുണ്ടായിരുന്നു. അതാത് കമ്മ്യൂണിറ്റിയുടെ തലവന് അല്ലെങ്കിൽ വംശത്തലവന് അതിനുള്ള അനുമതി ചക്രവർത്തി കൊടുക്കുമായിരുന്നു. അതാണ് ഫർമാൻ എന്ന് പറയുന്ന അനുമതി. നമ്മൾ സുറിയാനി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത് ആക്ച്വലി തുർക്കിയിൽ അന്നുണ്ടായിരുന്ന സിറിയൻ എത്നിസിറ്റിയിലുള്ള ആളുകൾ, അത് വിശ്വാസപരമായ സുറിയാനിക്കാരല്ല, എത്നിക്കൽ സിറിയൻസ് ആണ്. അവർക്ക് അവരുടെ ഒരു മില്ലറ്റ്, അർമീനിയൻ മില്ലറ്റിന്റെ കീഴിലായിരുന്നു. അന്ന് അവർക്കൊരു സ്വതന്ത്ര മില്ലറ്റ് കിട്ടിയപ്പോൾ അവർക്ക്, അതായത് ഒരു സിവിൽ കോടതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ അധികാരം സാധാരണയായി അവരുടെ പാത്രിയർക്കീസ്മാർക്കാണ് കൊടുക്കുന്നത്, അവരുടെ ഗോത്രത്തിന്റെ തലവൻ എന്ന പരിഗണന വെച്ച്. അത് അബ്ദുൽ മശിഹ പാത്രിയർക്കീസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അബ്ദുൽ മശിഹായെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അബ്ദേദ് ആലോഹോ പാത്രിയർക്കീസായി ചുമതലയേറ്റു. ഈ പാത്രിയർക്കീസിനെ മാറ്റി അബ്ദേദ് ആലോഹോ പാത്രിയർക്കീസ് ആയത് തുർക്കി സുൽത്താൻ ആക്കിയതല്ല. അത് സുറിയാനി സഭയുടെ സിനഡ് കൂടി തീരുമാനിച്ചതും അതിന്റെ രേഖ, സിനഡ് തീരുമാനത്തിന്റെ രേഖ ഉള്ളതുമാണ്. ഇത് വ്യാജമായിട്ട് യൂലിയോസ് തിരുമേനി മഞ്ഞനിക്കരയിൽ ഇരുന്ന് എഴുതിയെന്നാണ് മെത്രാനം കക്ഷിക്കാർ കോടതിയിൽ വാദിച്ചതും. അതിനാണ് വൻതുക കോഴ കൈപ്പറ്റിക്കൊണ്ട് യാക്കോബ വിഭാഗത്തിൽ നിന്ന് കൂറുമാറിയ ഒരു ഖത്തനാര് സാക്ഷ്യം പറയുകയും ചെയ്തത്. ഇതേപ്പറ്റിയെല്ലാം നമ്മുടെ മുൻ ലൈവുകളിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ മശീഹ പാത്രിയർക്കീസിനെ പാത്രിയർക്കാ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നെന്നും പുതിയ പാത്രിയർക്കീസ് അബ്ദേദ് ആലോഹോ ആണ് എന്നും യഥോചിതം കൃത്യസമയത്ത് മലങ്കര സഭയെ അറിയിച്ചിട്ടുള്ളതും അത് മലങ്കര സഭയിൽ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതും മലങ്കര ഇടവക പത്രികയിലടക്കം പ്രസിദ്ധം ചെയ്തതുമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മലങ്കരയിലെ പാത്രിയർക്കീസ് മാറി എന്ന് അറിയാത്തവരാരുമില്ലായിരുന്നു. അതിനുശേഷം പട്ടമേൽക്കാൻ വേണ്ടി മലങ്കരയിൽ നിന്ന് പോയ വട്ടശ്ശേരി ഈവറീസ് അടക്കമുള്ള ആളുകൾ അബ്ദുൽ മശീഹ പാത്രിയർക്കീസിന്റെ അടുത്തല്ല പട്ടം മേടിക്കാൻ പോയത്. ജെറുസലേമിൽ അബ്ദേദ് ആലോഹ പാത്രിയർക്കീസ് ഇരിക്കുന്ന അരമനയിൽ പോയി അവിടെ നിന്നാണ് പട്ടം മേടിച്ചത്. അതുകൊണ്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പാത്രിയർക്കീസ് അബ്ദേദ് ആലോഹയാണെന്ന് എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതുമാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതുമാണ്. വട്ടശ്ശേരി അടക്കമുള്ള ആളുകൾ പട്ടം മേടിക്കാൻ പോയതും അദ്ദേഹത്തിന്റെ അടുക്കലാണ്. ഇനി ഇദ്ദേഹമായിരുന്നു ലെജിറ്റിമേറ്റ് പാത്രിയർക്കീസ് എങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പട്ടം വാങ്ങി വന്ന വട്ടശ്ശേരിയാണെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ന്യായമായി നമുക്ക് അതിനൊരു മെറിറ്റ് ഉണ്ടായിരുന്നു. ഒരു അഭിഭാഷകനായ സന്ദീപ് ഏബ്രഹാം ഇത്തരത്തിലുള്ള ബാലിശവും യുക്തിവിരുദ്ധവുമായ വാദങ്ങൾ ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി വിഭാഗത്തിന്റെ അങ്ങേയറ്റം വിഷലിപ്തമായ വാചകങ്ങളെ സ്വന്തം വായിൽ ഫിറ്റ് ചെയ്ത് പറയുന്നത് അങ്ങേക്കൊട്ടും ഭൂഷണമല്ല എന്ന് മാത്രമല്ല അതൊരു ദയനീയതയാണ് കാണിക്കുന്നത് എന്നും കൂടെ ഞാൻ ഈ സമയത്ത് പറയുകയാണ്. വളരെ കഷ്ടമാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കൃത്യമായ തെളിവുകളും രേഖകളും നമ്മൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇദ്ദേഹം രണ്ടാമത് ഉയർത്തിയത് ഒസ്താത്യോസ് പാത്രിയർക്കീസിനെ സംബന്ധിച്ചാണ്. അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ഒസ്താത്യോസ് AD 325 നിക്ക സുനോദോസിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഒരു പാത്രിയർക്കീസാണ് അന്ത്യോക്യയിലെ ഒസ്താത്യോസ്. 325 അറിയൂസിന്റെ വേദവിപരീതത്തെ നിക്ക സുനോദോസിൽ പരാജയപ്പെടുത്തിയെങ്കിലും അറിയൂസ് പക്ഷക്കാര് വലിയ ശക്തരായിരുന്നു.
അറിയൂസ് പക്ഷക്കാർ സഭയിൽ പിടി മുറുക്കിക്കൊണ്ടിരുന്ന അങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ അറിയൂസിന്റെ വേദവിപരീതത്തെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നിക്കാ സുന്നോദോസ് കൂടി, നിക്കാ സുന്നോദോസിൽ അറിയൂസിന്റെ വേദവിപരീതത്തെ മഹ്റോൻ ചൊല്ലി ശപിച്ച് പുറത്താക്കി. അതോടെ അറിയൂസിന്റെ ആളുകളെല്ലാം തലയിൽ മുണ്ടിട്ട് നിഷ്ക്രമിച്ചു. അങ്ങനെയൊന്നുമല്ല യഥാർത്ഥ ചരിത്രത്തിൽ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അന്ന് ഈ തൃത്വവിശ്വാസത്തിന് സഭയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അറിയൂസിന്റെ പക്ഷത്തിനായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്, മേധാവിത്വം ഉണ്ടായിരുന്നത്. ഈ നിക്കാ സുന്നോദോസിൽ ട്രിനിറ്റേറിയൻ വിശ്വാസം സ്ഥാപിച്ചത് അന്ന് അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസ് ആയിരുന്ന അലക്സാണ്ട്രിയോസിന്റെ സഹായിയായി വന്ന ഷമ്മാശൻ. അദ്ദേഹമാണ് പിന്നീട് അത്തനേഷ്യസ് എന്ന പേരിൽ അലക്സാണ്ട്രിയൻ ബിഷപ്പായി മാറുന്നത്. അപ്പൊ അലക്സാണ്ട്രിയയുടെ അത്തനേഷ്യസ് എന്ന് പറയുന്ന വ്യക്തി അന്ന് കേവലം ഒരു സഹായിയും ഒരു ഷമ്മാശനും മാത്രമായിരുന്നു. പക്ഷേ ഈ സുന്നോദോസിലെ കാലുഷ്യം വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ഈ ട്രിനിറ്റേറിയൻ പ്രമേയം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ചാമ്പ്യൻ ഓഫ് നീസിയൻ കൗൺസിൽ, നിക്കാ സുന്നോദോസിന്റെ ചാമ്പ്യനായി മാറി. അദ്ദേഹത്തിന്റെ വാഗ്ധോരണിയും അദ്ദേഹത്തിന്റെ വിഷയാവതരണവും അദ്ദേഹത്തിന്റെ ലോജിക്കൽ ആർഗ്യുമെന്റ്സും എല്ലാം എല്ലാവരെയും ആകർഷിക്കുകയും എതിരാളികളെ സ്തബ്ധരാക്കുകയും പ്രതിയോഗികളെ നിശബ്ദരാക്കുകയും രാജാവിനെ സംപ്രീതനാക്കുകയും ചെയ്തു. അങ്ങനെ രാജാവ് ചക്രവർത്തി കോൺസ്റ്റന്റൈൻ, അദ്ദേഹം ഓഡിയൻസിലാണ് ഇരുന്നത്. അദ്ദേഹം ഒരിക്കലും ഡയസിൽ കയറിയിരുന്നില്ല. ഓഡിയൻസിൽ ഇരുന്ന് ചക്രവർത്തി മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അദ്ദേഹം അത്തനേഷ്യസിനോട് ചോദിച്ചു, അത്തനേഷ്യസ്, ഈ ലോകം മുഴുവൻ നിനക്ക് എതിരാണ്, നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷവും ഇല്ല. അതുകൊണ്ടാണ് ലോകം നിനക്കെതിരാണ്. അതുകൊണ്ടാണ് അത്തനേഷ്യസ് അത്തനേഷ്യസ് കോൺട്രാമുണ്ട്ര. അപ്പോ ഈ ലോകത്തിന് അത്തനേഷ്യസ് എതിരാണെന്ന് പറയൂ ചക്രവർത്തി. അപ്പോ ലോകം മുഴുവൻ നിനക്കെതിരാണെന്ന് പറഞ്ഞപ്പോൾ അത്തനേഷ്യസ് പറഞ്ഞ പ്രസിദ്ധമായ വചനമാണ് അത്തനേഷ്യസ് കോൺട്രാമുണ്ട്ര. അത്തനേഷ്യസ് ലോകത്തിനെതിരാണ്. അപ്പൊ ആ ഷമ്മാശന്റെ ആ ധൈര്യം, ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണത, ഇതാണ് നിക്കാ സുന്നോദോസിനെ മൊത്തം ക്യാപ്ചർ ചെയ്ത്. അങ്ങനെ എന്തോ ഒരു മാജിക്ക് സംഭവിച്ച പോലെയാണ് നിക്കാ സുന്നോദോസ് കഴിഞ്ഞപ്പോൾ അറിയൂസ് പക്ഷക്കാർക്ക് ഇച്ഛാഭംഗം ഉണ്ടായി, ആശാവിളംബം ഉണ്ടാകുന്നു. അവര് ആകെ പ്രയാസമായി. അവർ വീണ്ടും സംഘം ചേർന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനം ഈ യൂസെബിയോസ് വളരെ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹമാണ് സഭാ ചരിത്രം ഒക്കെ രേഖപ്പെടുത്തി. നമുക്ക് എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് യൂസെബിയോസ്, അന്നത്തെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം അറിയൂസ് പക്ഷത്തിൽപ്പെട്ട ഒരു ബിഷപ്പായി, നിക്കോദിമായിലൊരു ബിഷപ്പായിരുന്നു അദ്ദേഹം. അതുപോലെ പ്രഗത്ഭരായ അനേക ബിഷപ്പുമാര് അറിയൂസ് പക്ഷത്തുണ്ടായിരുന്നു. ഈ അറിയൂസ് പക്ഷക്കാര് അന്ത്യോക്യൻ സിംഹാസനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പലതവണ അറിയൂസ് പക്ഷക്കാർ അന്ത്യോക്യൻ പാത്രിയർക്കീസുമാരായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ത്യോക്യൻ സിംഹാസനത്തിലേക്ക് അവർ അത്രമാത്രം, അതായത് ഈ കോൺസ്റ്റന്റൈന്റെ കാലശേഷം കോൺസ്റ്റന്റൈന്റെ മകൻ അറിയൂസ് പക്ഷക്കാരനായിരുന്നു. അങ്ങനെ പലപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്തുകൊണ്ടിരുന്നു. അറിയൂസ് പക്ഷക്കാർ അങ്ങനെ പെട്ടെന്ന് അവസാനിച്ചു പോയില്ല. ഇതാണ് ചരിത്രത്തെ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. 325 അറിയൂസ് പക്ഷക്കാർക്കുണ്ടായ ക്ഷീണം മാറ്റാൻ 330 അവർ നിക്കായിൽ ഒരു ലോക്കൽ കൗൺസിൽ വിളിച്ചുകൂട്ടി ഒസ്താത്യോസ് പാത്രിയർക്കീസിനെ ഡീപ്പോസ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഒസ്താത്യോസ് ബാവായെ ഡീപ്പോസ് ചെയ്ത് കൗൺസിലാണ് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അത് ആരുടെ കൗൺസിൽ? അറിയൂസ് പക്ഷക്കാരാണ് ഒസ്താത്യോസിനെ ഡീപ്പോസ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ അവിടുത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷം ട്രിനിറ്റേറിയൻ വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നടങ്കം ഒസ്താത്യോസിന്റെ പിന്നിൽ നിൽക്കുകയും ആ തീരുമാനത്തോട് എതിർപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഒസ്താത്യോസ് അല്ലാതെ ഞങ്ങൾക്ക് ഒരു പാത്രിയർക്കീസ് ഇല്ലെന്നുള്ള ഒരു സ്ലോഗൻ തന്നെ സാമ്രാജ്യത്തിൽ അലയടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒസ്താത്യോസിന്റെ വിശ്വാസം, ട്രിനിറ്റേറിയൻ വിശ്വാസത്തിന്റെ ഒരു സിംബലായിട്ട്, ഒരു പ്രതീകമായിട്ട് ഒസ്താത്യോസ് മാറി. 90 വർഷം ആ മൂവ്മെന്റ് നിലനിന്നു. 90 വർഷം ഇവരെ പിന്നെ വിളിച്ച് ഒസ്താത്യൻസ് എന്നായിരുന്നു, ക്രിസ്ത്യൻസ് എന്നല്ല, ഒസ്താത്യൻസ്. അതായത് ഒസ്താത്യൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ രൂപപ്പെട്ടു. ഒസ്താത്യോസിന്റെ ഫാൻസ് എന്നോ ഫോളോവേഴ്സ് എന്നോ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം. ഈ ഒസ്താത്യൻസിൽ നിന്നാണ് പിന്നീട് അന്ത്യോക്യൻ സഭ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ അറിയൻസിൽ നിന്നല്ല. അറിയൂസ് പക്ഷക്കാര്, അപ്പൊ ആര്യൻസ് എന്ന് വിളിക്കുന്ന അറിയൂസ് പക്ഷക്കാരും ഒസ്താത്യൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒസ്താത്യൻ പക്ഷക്കാരും ഉണ്ടായിരുന്നു. ഈ ഒസ്താത്യൻ പക്ഷത്തു നിന്നാണ് സത്യവിശ്വാസം ഇവോൾവ് ചെയ്തു വരികയും എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തത്. ആ ഒസ്താത്യോസ് പാത്രിയർക്കീസിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചാണ് ക്നാനായക്കാർ വന്നത്. അതുകൊണ്ട് ഒസ്താത്യോസ് സ്ഥാനം പോയ ആളാണ്. ആ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കും. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ച് അയച്ച ഒസ്താത്യോസിനെ പോലെ സ്ഥാനം പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു നല്ല പാരമ്പര്യം. അതാണ് വക്കീൽ പറഞ്ഞു വെക്കുന്ന ലോ പോയിന്റ്. വെരി ഗുഡ് പോയിന്റ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം വക്കീലെ, അത് ഈ നമ്മുടെ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുന്നുണ്ടല്ലോ, നിന്റേത് പോലെയല്ല എന്റേത്, അതുപോലെയല്ല ഇത്. ഇതാണ് അതിന്റെ സംഭവം. ഒസ്താത്യോസിനെ അവിടെ ഡീപ്പോസ് ചെയ്തത് തിയോളജിക്കൽ കോൺഫ്ലിക്റ്റിലാണ്. അറിയൂസിന്റെ പക്ഷത്തിന്റെ തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായ പിടിവാശിക്ക് വേണ്ടിയാണ് ഒസ്താത്യോസിനെ, ട്രിനിറ്റേറിയൻ സത്യവിശ്വാസം പ്രഘോഷിച്ചതിനാണ് ഒസ്താത്യോസിനെ പുറത്താക്കിയത്. മറ്റു കാര്യത്തിനോ അതൊരു ഡിസിപ്ലിനറി ആക്ഷനോ അതൊരു അനുസരണക്കേടിന്റെ പ്രതിഫലനോ ഒന്നും അല്ലായിരുന്നു. മറിച്ച് സംഘമായിട്ട് ഒരിക്കൽ കൗൺസിൽ, ഇത് തന്നെയാണ് കാൽസഡോണിൽ സംഭവിച്ചത്. എഫേസോസ് സുന്നോദോസിൽ പ്രഖ്യാപിക്കപ്പെട്ട സത്യവിശ്വാസത്തെ, അത് കത്തോലിക്ക സഭയുടെ എക്ലീഷിയോളജി അനുസരിച്ച് അത് അവർ അതിന് ബൈൻഡിംഗ് ആണ്. ആ ബൈൻഡിംഗ് ആണ്, അതിനെ ഓവർ റൈഡ് ചെയ്യാൻ എന്തെല്ലാം സൂത്രപ്പണിയാണ് കത്തോലിക്ക സഭ പിൽക്കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ളതെന്നും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സീറോ മലബാറുകാർ എന്താ ചെയ്യുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് മുൻ ലൈവുകളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് വിഷയത്തിന്റെ ആവർത്തന വിരസത ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഒസ്താത്യോസിനെ ഡീപ്പോസ് ചെയ്തതും
ഈ സേവോറിയസുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല, അത് സമാന സാഹചര്യമല്ല എന്ന് താങ്കൾ ദയവായി മനസ്സിലാക്കുക. ഇത് താങ്കളൊരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പിന്നെ വാദം ജയിക്കാൻ വേണ്ടിയും അറിവില്ലാത്ത ആളുകളുടെയും പകുതി അറിവുള്ള ആളുകളുടെയും കണ്ണിൽ പൊടിയിടാനും അവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ഉതകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് സത്യവിശ്വാസത്തിന്റെ ഒരു പില്ലറായിരുന്നു ഒസ്താത്തിയോസ്. അതുകൊണ്ട് ഒസ്താത്തിയോസ് ഒരു കാരണവശാലും ഡീപോസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടെ ഒസ്താത്തിയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ 90 വർഷം അത് നിലനിന്നു. ഇപ്പൊ ഇവിടെ സമാന സാഹചര്യമാണെങ്കിൽ സേവേറിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ചിങ്ങവനത്ത് രൂപീകരിച്ച് നിങ്ങൾക്ക് നിലനിൽക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ്, ഏത് സിനഡിലാണ് ഈ മെത്രാച്ചൻ അംഗമായിരിക്കുന്നത്? That's the question. That's the question. As an Orthodox believer, you must answer that question and you must ask that question to yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്,